ഫൈൻ ഫർണിച്ചർ, ഇൻഡെക്സ് ഫർണിച്ചർ. ഇൻഡെക്സ് ഫർണിച്ചർ നിയർ KSRTC ബസ് സ്റ്റാൻഡ്, വെള്ളയാങ്കുടി, കട്ടപ്പന. കല്യാണത്തിന് മോൾക്ക് സ്വർണ്ണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ്, ഹൈറേഞ്ചിലെ ഒരേ ഒരു വെഡിംഗ് ജ്വല്ലറി. 50 വർഷത്തെ വിശ്വസ്തയോടെ വിവാഹ പട്ടുസാരികളുടെ വർണ്ണ പ്രപഞ്ചം. മഴവില്ലഴകോ മലപ്പൊഴിയും യതയോ അഴകേ നിന്നാടയിൽ വിരിയും ലതതൻ ചാരുതയോ. മഴവില്ലഴകോ മലപ്പൊഴിയും യതയോ Celebrating 50 magical years. Ledha Textiles, Main Road, കട്ടപ്പന. സുഹൃത്തുക്കളെ, വസ്ത്രവ്യാപാര രംഗത്ത് കട്ടപ്പനയുടെ തിലകക്കുറിയായ ടെക്സ്റ്റൈൽസ് യുവാക്കളുടെ ഹൃദയം കവർന്നുകൊണ്ട് പുതിയ കളക്ഷനുമായി ടെക്സ്റ്റൈൽസ്. സ്ത്രീകൾക്ക് മാത്രമായി. നീ ഇതെങ്ങോട്ടാ? ഞാൻ കൂട്ടുകാരന്റെ കല്യാണത്തിന് പോകാനായിട്ട് ഡ്രസ്സ് എടുക്കാൻ പോവായിരുന്നു. എവിടെ? ചേട്ടനെ വിളിച്ചു പറഞ്ഞ കടയില്. നിനക്കൊക്കെ പ്രാന്താടാ. നീ നോക്കില്ല വേറെ അല്ല അങ്ങോട്ടൊക്കെ പോവൂ. ഇവിടെ നിനക്കുള്ള കിടുക്ക് ഡ്രസ്സ് വേണം. നീ ആ പെട്രോളിലോട്ട് ചെല്ലു. ഇവിടെ ചെറുപ്പക്കാർക്കായിട്ടുള്ള കടയാടാ അത്. നല്ല കളക്ഷനാ. പെട്രോൾ ഫാഷൻ, ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന. ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. രുചിയുടെ ഉയരങ്ങൾ കീഴടക്കൂ ഞങ്ങളോടൊപ്പം. അഡോൾ ബേക്കേഴ്സ്, പള്ളിക്കവല, കട്ടപ്പന. അഡോൾ ബേക്കേഴ്സ് ആൻഡ് സൂപ്പർ മാർക്കറ്റ്, KGS ബിൽഡിംഗ്, ഇരട്ടയാർ റോഡ്, കട്ടപ്പന. അഡോൾ, ടേസ്റ്റ് ഇൻ ഹൈ റേഞ്ച്. അധികം വൈകാതെ അനലോഗ് ചാനലുകൾ ഇല്ലാതാകും. കേട്ടില്ലേ? ശരിയാണ്. ഇനി ഡിജിറ്റൽ ചാനൽസിന്റെ കാലമാണ്. അപ്പോ ഏറ്റവും മികച്ച കണക്ഷൻ തന്നെ വേണ്ടേ? ഏതെങ്കിലും ഒരു കണക്ഷൻ എടുക്കാമെന്ന് വെച്ചാലോ? കാലാവസ്ഥയെ പേടിക്കണം, ഓർത്തിരുന്ന് റീചാർജ് ചെയ്യണം, സർവീസിന് വേണ്ടി കാത്തിരിക്കണം. എന്തിനു റിസ്ക് എടുക്കണം? കേരള വിഷൻ ഡിജിറ്റൽ TV സെറ്റ് ടോപ്പ് ബോക്സ് കണക്ട് ചെയ്യൂ. 250 പരം ചാനലുകൾ, HD and 3D ചാനലുകൾ, ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രാദേശിക ചാനലുകൾ. കേരളം രാജ്യത്തിന് മാതൃകയാവുന്നു കേരള വിഷൻ ഡിജിറ്റൽ TVയിലൂടെ. മിതമായ നിരക്കിൽ ആകർഷകമായ പാക്കേജുകളിൽ. കേരളം മാറുന്നു സെറ്റ് ബോക്സിലൂടെ, കേരളം മാറുന്നു കേരള വിഷനിലൂടെ. പകരം വെക്കാനാവില്ല ഒന്നും. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും
ഇടുക്കിനെറ്റ് ന്യൂസ് ഹൈലൈറ്റ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിൽ നിന്ന് തന്നെയാണ് ഈ ആഴ്ചയിലെ ന്യൂസ് ഹൈലൈറ്റ്സ് ആരംഭിക്കുന്നത്. മറ്റൊന്നുമല്ല, മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 142 അടിയാക്കി തമിഴ്നാട് ഉയർത്തിയപ്പോൾ പെരിയാർ ടൈഗർ റിസർവിന്റെ 1400 ഏക്കർ വനഭൂമി വെള്ളത്തിനടിയിലായി എന്നും ഇതോടനുബന്ധിച്ച് അതീവ ജൈവ വൈവിധ്യ മേഖലയിലെ നിരവധിയായ ജീവജാലങ്ങളും അപൂർവ വൃക്ഷങ്ങളും നശിച്ചു എന്നതടക്കമുള്ള റിപ്പോർട്ട് വനം വകുപ്പ് സർക്കാരിന് നൽകി. ഈ റിപ്പോർട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മന്ത്രിസഭയിൽ നിയമസഭയിൽ വയ്ക്കുകയും ചെയ്തു. ഇതേക്കുറിച്ചാണ് ഇന്നത്തെ ആദ്യ വാർത്ത. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് തമിഴ്നാട് 142 അടിയായി ഉയർത്തിയപ്പോൾ 568 ഹെക്ടർ വനപ്രദേശം വെള്ളത്തിൽ മുങ്ങിയതായി വനം വകുപ്പ് റിപ്പോർട്ട് സമർപ്പിച്ചു. 108 ഹെക്ടർ നിത്യഹരിത വനവും 247 ഹെക്ടർ അർദ്ധ നിത്യഹരിത വനപ്രദേശവുമാണ് വെള്ളത്തിനടിയിൽ മുങ്ങിയത്. ഇത് ചൂണ്ടിക്കാട്ടി ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ വി ഗോപിനാഥ് നൽകിയ റിപ്പോർട്ട് വനം വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭയിൽ വച്ചു. ജലനിരപ്പ് ഉയർത്തിയത് മുല്ലപ്പെരിയാർ മേഖലയിലെ ആവാസ വ്യവസ്ഥയ്ക്ക് കനത്ത ഭീഷണിയായതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ 4 നിയമങ്ങളുടെ ലംഘനമാണ് ജലനിരപ്പ് ഉയർത്തിയതിലൂടെ തമിഴ്നാട് ചെയ്തിരിക്കുന്നത്. ജലനിരപ്പ് ഉയർത്തിയപ്പോൾ പെരിയാർ മേഖലയിലെ 25 തുരുത്തുകളിൽ 13 വെള്ളത്തിനടിയിലായി. തേക്കടി മേഖലയിലെ 17 വയലുകളും മുങ്ങിപ്പോയി. ആനകളടക്കമുള്ള വന്യജീവികളുടെ ആവാസ കേന്ദ്രങ്ങളാണ് വെള്ളത്തിനടിയിലായിരിക്കുന്നതെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങൾ കാട്ടി ദേശീയ ഹരിത ട്രിബ്യൂണലിനെ സമീപിക്കാൻ തീരുമാനിച്ചതായും മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭയെ അറിയിച്ചിട്ടുണ്ട്. അനിൽ കെ ശിവറാം, ന്യൂസ് ഡെസ്ക്. ഈ വാർത്തയെ തുടർന്ന് വനം പരിസ്ഥിതി മന്ത്രാലയത്തെയും ഗ്രീൻ ട്രിബ്യൂണലിനെയും ഒക്കെ സർക്കാർ സമീപിക്കുവാൻ തീരുമാനമായിട്ടുണ്ട്. എന്നാൽ ഇതെത്രത്തോളം പ്രാവർത്തികമാണ് എന്നത് നമുക്ക് മുൻപിൽ നിൽക്കുന്ന ചോദ്യചിഹ്നവുമാണ്. എന്നാൽ ഈ വിവാദങ്ങളും വിഷയങ്ങളും ഒക്കെ നിലനിൽക്കെ വെള്ളയാങ്കുടി സരസ്വതി വിദ്യാപീഠം സ്കൂളിലെ ഒരുപറ്റം വിദ്യാർത്ഥികൾ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച വിഷയത്തിൽ അടിയന്തരമായി പ്രശ്നപരിഹാരമുണ്ടാകുവാൻ പ്രധാനമന്ത്രി ഇടപെടണം എന്ന ആവശ്യമുന്നയിച്ചാണ് ഈ പുതിയ തലമുറ വിഷയത്തിൽ ക്രിയാത്മകമായി ഇടപെട്ടിട്ടുള്ളത്. കേരളവും തമിഴ്നാടും തമ്മിലുള്ള ക്രമസമാധാന പ്രശ്നമായി വളർന്ന മുല്ലപ്പെരിയാർ വിഷയത്തിന് ശാശ്വത പരിഹാരം കാണാൻ കേന്ദ്ര ഗവൺമെന്റ് ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സരസ്വതി വിദ്യാപീഠത്തിലെ വിദ്യാർത്ഥികൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് കത്തുകൾ അയച്ചത്. മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിലായി തയ്യാറാക്കിയിരിക്കുന്ന 3 നിവേദനങ്ങളും പോസ്റ്റ് കാർഡിൽ ഇംഗ്ലീഷിൽ തയ്യാറാക്കിയ 500 കത്തുകളും പ്രധാനമന്ത്രിക്ക് അയച്ചവയിൽ ഉൾപ്പെടുന്നു. കേരളത്തിന് സുരക്ഷയും തമിഴ്നാടിന് ജലസേചന സൌകര്യവും ഒരുക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള പ്രശ്നപരിഹാരം ഉണ്ടാവണമെന്നാണ് തങ്ങൾ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് സ്കൂൾ പാർലമെന്റ് പ്രതിനിധികൾ ഇടുക്കി നെറ്റിനോട് പറഞ്ഞു. ഈ കത്തയച്ചതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളവും ഇടുക്കിയും പ്രധാനമായി ആശങ്കപ്പെടുന്ന ഒരു വിഷയമാണ് മുല്ലപ്പെരിയാർ ഡാം വിഷയം. ഇതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ഒരു ഇടപെടലോടുകൂടി ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ കത്തുകൾ അയച്ചിരിക്കുന്നത്. സ്കൂൾ പാർലമെന്റിന്റെ നേതൃത്വത്തിൽ 3 ഭാഷകളിലായി കത്തുകൾ അയക്കുകയും കൂടാതെ വിദ്യാർത്ഥികളിൽ നിന്നും 500-ൽ പരം പോസ്റ്റ് കാർഡുകളിലൂടെ ഈ കാര്യങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇതിലൂടെ തന്നെ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ആശയം മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ഒരു ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രശ്നപരിഹാരത്തിനായി ഇരു സംസ്ഥാനങ്ങളിലെയും ജനപ്രതിനിധികളെയും പ്രധാനമന്ത്രി ചർച്ചയ്ക്ക് വിളിക്കണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡാമിന്റെ ബലക്ഷയം കൂടുതൽ വ്യക്തമായ സാഹചര്യത്തിൽ ലോക നിലവാരത്തിലുള്ള പരിശോധനാ സമിതിയെ ഡാമിന്റെ സുരക്ഷയെപ്പറ്റി പഠിക്കുവാൻ നിയോഗിക്കണമെന്നും അതോടൊപ്പം തന്നെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ സംഭവിച്ച ജൈവനാശനഷ്ടങ്ങളും പാരിസ്ഥിതിക പ്രശ്നങ്ങളും കണക്കിലെടുത്തുകൊണ്ടുള്ള പഠനവും നടത്തണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്കൂൾ പ്രധാനമന്ത്രി CP ആരിഫിന്റെ നേതൃത്വത്തിൽ എല്ലാ ക്ലാസുകളിലെയും ക്ലാസ് ലീഡർമാർ കട്ടപ്പന പോസ്റ്റ് ഓഫീസിലെത്തിയാണ് നിവേദനങ്ങൾ അയച്ചത്. സ്കൂൾ ഉപപ്രധാനമന്ത്രി ശ്രീലക്ഷ്മി ഉണ്ണികൃഷ്ണൻ, ആരോഗ്യമന്ത്രി അജിത് കൃഷ്ണ, ശിശുക്ഷേമ മന്ത്രി ശ്രീ ശ്രുതിലക്ഷ്മി, സന്തോഷ് തുടങ്ങിയ വിദ്യാർത്ഥികളാണ് കത്തുകൾ തയ്യാറാക്കിയത്. സ്കൂൾ പ്രിൻസിപ്പാൾ സന്ധ്യാജി നായർ, പാർലമെന്റ് കോർഡിനേറ്റർ അധ്യാപികയായ PP സുനു എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി നെറ്റ്, കട്ടപ്പന. ചപ്പാത്തിലെ സ്ഥിരം സമരപ്പന്തലിൽ മുല്ലപ്പെരിയാർ സമരത്തിന് കാഹളം ഉദിച്ചുയർന്നപ്പോൾ ഈ സമരത്തിന് പിന്തുണയുമായി എത്തിയ നൂറുകണക്കായ രാഷ്ട്രീയ കക്ഷികളും സംഘടനാ പ്രവർത്തകരുമൊക്കെ കാണിക്കാതിരുന്ന ഒരു ചങ്കൂറ്റമാണ് ഈ കുരുന്നുകൾ കാട്ടിയത്. നാടിനുവേണ്ടി
40 ലക്ഷം ജനങ്ങളുടെ സ്വത്തിനും ജീവനും വേണ്ടി തങ്ങൾ സാമൂഹിക പ്രതിബദ്ധത ഉൾക്കൊണ്ടുകൊണ്ട് പ്രധാനമന്ത്രിയെ സമീപിക്കുന്നു എന്ന വാദഗതിയും ഉയർത്തി മറ്റുള്ളവർക്ക് മാർഗദർശനം നൽകിക്കൊണ്ടാണ് ഈ കുട്ടികൾ നരേന്ദ്രമോദിക്ക് കത്തുകൾ അയച്ചത്. വെള്ളയാങ്കുടി സരസ്വതി വിദ്യാപീഠം സ്കൂളിലെ ഈ വിദ്യാർത്ഥികളും അധ്യാപകരും സ്കൂൾ മാനേജ്മെന്റും അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ഇടുക്കി ജില്ലയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം മോഷണങ്ങൾ തുടരെ അരങ്ങേറുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ഏകദേശം 1.5 കോടി രൂപയോളം വസ്തുവകകളാണ് മോഷ്ടാക്കൾ കടത്തിയത്. ഇടുക്കിയുടെ പ്രധാനപ്പെട്ട പല കേന്ദ്രങ്ങളിൽ നിന്നും കട്ടപ്പനയിലും നെടുങ്കണ്ടത്തും അടിമാലിയിലും രാജാക്കാടും ഏലപ്പാറയിലുമെല്ലാം മോഷണങ്ങൾ തുടർക്കഥയായിരുന്നു. ഇതിനിടയിൽ അടിമാലിയിലെ മോഷണത്തെ തുടർന്ന് പ്രതി കീഴടങ്ങിയത് നാടകീയമായ മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ചു. കഴിഞ്ഞ 5-ാം തീയതി രാജാക്കാട് പ്രവർത്തിക്കുന്ന മൊബൈൽ ഷോപ്പിൽ നിന്നും 1,23,000 രൂപയുടെ മൊബൈലുകൾ മോഷണം പോയിരുന്നു. ഈ മോഷണം നടത്തിയ പ്രതിക്കായുള്ള അന്വേഷണം പ്രത്യേക സംഘം ഊർജിതമാക്കിയിരുന്നു. ഇതിനിടയിലാണ് പ്രതി കോടതിയിൽ നേരിട്ടെത്തി കീഴടങ്ങിയിരിക്കുന്നത്. തിരുനെൽവേലി കായൽപട്ടണം സുലൈമാനാണ് അടിമാലി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങിയത്. ഇപ്പോൾ വിശാഖപട്ടണത്ത് താമസിക്കുന്ന ഇയാൾ 6 മാസമായി രാജാക്കാട് താമസിച്ചു വരികയായിരുന്നു. പ്രതി 5-ാം തീയതി രാത്രി മോഷണ മുതൽ കൊണ്ടുപോകുന്നതിനായി രാജാക്കാട് സ്വദേശിയുടെ വാഹനം വിളിച്ചതാണ് കേസ് അന്വേഷണത്തിന് വഴിത്തിരിവായത്. ഇതിനെ തുടർന്ന് ഇയാളുടെ ഭാര്യ സെയ്ദലി ഫാത്തിമയെ പോലീസ് തിരുനെൽവേലിയിൽ നിന്നും പിടികൂടുകയായിരുന്നു. ഇവരുടെ പക്കൽ നിന്നും മോഷ്ടിക്കപ്പെട്ട ഒരു മൊബൈലും കണ്ടെടുത്തിരുന്നു. ഈ കേസിലാണ് ഇവരെ തൃശൂർ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തത്. ഭാര്യയുടെ അറസ്റ്റാണ് സുലൈമാൻ കീഴടങ്ങാൻ കാരണമായത്. ഒരു ബാഗിൽ മോഷ്ടിച്ച മൊബൈലുകളുമായെത്തിയ ഇയാൾ കോടതിയിൽ കീഴടങ്ങുകയായിരുന്നു. ഇയാളുടെ പക്കൽ 3 ചാക്കിൽ നിറയെ മൊബൈൽ ഫോണുകൾ ഒളിപ്പിച്ചിട്ടുള്ളതായാണ് ലഭിക്കുന്ന വിവരം. ജില്ലാ പോലീസ് മേധാവി അലക്സ് എം വർക്കിയുടെ നിർദ്ദേശപ്രകാരം മൂന്നാർ ഡിവൈഎസ്പി KV പ്രഫുല്ലചന്ദ്രൻ, മൂന്നാർ CI AR ഷാനിഖാൻ, രാജാക്കാട് SI AV വർഗീസ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ CB ഉലഹനാൻ, CR സന്തോഷ്, സജി M പോൾ, MM ഷാജു എന്നിവരടങ്ങുന്ന സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. പ്രതിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ദേവികുളം സബ് ജയിലിലേക്ക് അയച്ചു. രാജാക്കാട്ട് പ്രവർത്തിക്കുന്ന മൊബൈൽ സ്ഥാപനത്തിൽ നിന്നും ഏകദേശം 10 ലക്ഷം രൂപയുടെ മോഷണ മുതലുമായി തമിഴ്നാട്ടിലേക്ക് കടന്നുകളഞ്ഞ പ്രതി പിന്നീട് അടിമാലിയിലെ കോടതിയിൽ നാടകീയമായി വന്ന് കീഴടങ്ങുമ്പോൾ പ്രതിയുടെ വാക്കുകൾ നമ്മളുടെ പ്രേക്ഷകരെ ഒരുപക്ഷെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടാവും. ഭാര്യയെ കേസിൽ പ്രതി ചേർത്തതിന്റെ മനോവിഷമം മൂലമാണ് താൻ കീഴടങ്ങുന്നത് എന്നായിരുന്നു പ്രതിയുടെ വാദഗതി. സ്ത്രീകളെ ഇവിടെ പൂജിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്ന ഒരു സംസ്കാരം ഉണ്ടായിരുന്നുവെന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് ആലോചിക്കാം. ഇത്തരം കാര്യങ്ങൾ നിലനിൽക്കുന്നു. അത് ഒരു വശത്ത് നിൽക്കട്ടെ. മറ്റൊരു പ്രധാന കാരണം ചൂണ്ടിക്കാട്ടി ഒരു ശ്രദ്ധേയമായ വാർത്ത ഞങ്ങൾ സംപ്രേഷണം ചെയ്തിരുന്നു. ജില്ലയിൽ ഉടനീളം അരങ്ങേറുന്ന മോഷണങ്ങൾക്ക് പിന്നിൽ പ്രധാനമായും പ്രവർത്തിക്കുന്നത് തമിഴ് നാടോടി സംഘങ്ങളാണ്. ഈ വാർത്തയിലേക്ക്. അടുത്ത കാലങ്ങളായി രാജാക്കാട്, രാജകുമാരി തുടങ്ങിയ പഞ്ചായത്തുകളിലും മറ്റ് സമീപ പ്രദേശങ്ങളിലും മോഷണങ്ങൾ പതിവായിട്ടുണ്ട്. ഇത്തരത്തിൽ ചെറുതും വലുതുമായ മോഷണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ആക്രി ജോലികളടക്കം ഇവിടേക്കെത്തുന്ന തമിഴ് നാടോടി സംഘങ്ങളാണ്. ഇവർ മോഷണം നടത്തുകയും ഇതോടൊപ്പം തന്നെ മറ്റൊരു വിഭാഗത്തെ ഇവരിവിടേക്ക് വിളിച്ചു വരുത്തുകയും ഇവർ ആക്രി ജോലികൾക്കായി നാട്ടിലിറങ്ങി സ്ഥാപനങ്ങളും വീടുകളും കണ്ടുവയ്ക്കുകയും പിന്നീട് രാത്രികാലത്ത് എല്ലാവരും ഒരുമിച്ചുകൂടി മോഷണം പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുകയും ചെയ്യും. മോഷണം നടത്തിക്കഴിഞ്ഞാൽ വിളിച്ചു വരുത്തിയ സംഘം തമിഴ്നാട്ടിലേക്ക് കടക്കുകയാണ് പതിവ്. ഇവിടെ പ്രവർത്തിക്കുന്ന ആക്രി വ്യാപാര സ്ഥാപനങ്ങളിൽ ആക്രി സാധനങ്ങൾ വിറ്റതിനു ശേഷം രാത്രികാലങ്ങളിൽ ഇവർ ഒത്തുകൂടുന്നത് ഇതിനോട് ചേർന്ന് കാലങ്ങളായി നിർത്തിയിട്ടിരിക്കുന്ന സ്വകാര്യ ബസ്സിലാണ്. മദ്യപാനത്തിനടക്കം ഇവർ കണ്ടെത്തിയിരിക്കുന്ന ഒരു പ്രധാന കേന്ദ്രമായി ഇന്ന് ഈ ബസ് മാറിയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ നടന്ന രാജാക്കാട് പ്രവർത്തിച്ചിരുന്ന മൊബൈൽ പാലസ് എന്ന കടയിൽ നടത്തിയ വൻ മോഷണത്തിന് നേതൃത്വം നൽകിയത് 6 മാസം മുൻപ് ഇവിടെ എത്തി ലോട്ടറി കച്ചവടം നടത്തി വന്നിരുന്ന ആളാണെന്ന് പോലീസ് കണ്ടെത്തി. അതുകൊണ്ട് തന്നെ നിലവിൽ കേരളത്തിലേക്കുള്ള ഇത്തരം നാടോടി സംഘങ്ങളുടെ കടന്നുവരവ് തടയുന്നതിന് വേണ്ട അടിയന്തര നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ നാളുകളിൽ കേരളത്തിൽ മോഷണങ്ങൾ പതിവാകുമെന്നതിന് സംശയമില്ല. മോഷണങ്ങൾ വ്യാപകമാകുന്ന ഈ സാഹചര്യത്തിൽ ഇതിനെതിരെ നടപടികൾ സ്വീകരിക്കേണ്ടത് പോലീസ് ആണ് എങ്കിൽ പോലും മുൻകരുതൽ സ്വീകരിക്കേണ്ടത് ഓരോ വ്യക്തികളും വീട്ടുകാരുമാണ്. അതിൽ നിങ്ങൾ ജാഗരൂകരായി ഇരിക്കുക തന്നെ വേണം. കഴിഞ്ഞ കുറെ കാലങ്ങളായി കത്തിപ്പാറത്തടം പള്ളി ഒരു വിവാദ ഭൂമിയായിരുന്നു. യാക്കോബായ ഓർത്തഡോക്സ് സഭ തർക്കം നിലനിൽക്കുന്ന ഇവിടെ തർക്കങ്ങൾക്ക് പരിഹാര നിർദ്ദേശവുമായി ഒരു വിഭാഗം രംഗത്തെത്തി.
പള്ളിയുടെ സ്വത്തുവകകൾ പാതി വീതം ചെയ്തുകൊണ്ടുള്ള ഒരു സമവായത്തിനാണ് കളമൊരുങ്ങുന്നത്. വാർത്തയിലേക്ക്. കഴിഞ്ഞ 10 വർഷങ്ങളായി കത്തിപ്പാറത്തടുത്ത് ഇരുവിഭാഗങ്ങൾ തമ്മിൽ നിലനിൽക്കുന്ന സ്വത്തുതർക്കത്തെ തുടർന്നുണ്ടായ സംഘർഷാവസ്ഥയ്ക്കും ചേരിതിരിവുകൾക്കും വിരാമമാകുമെന്ന പ്രതീക്ഷയാണ് യാക്കോബായ സഭാവിഭാഗത്തിന്റെ സുപ്രധാനമായ പ്രഖ്യാപനത്തോടെ ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. സ്വത്തുക്കൾ പൂർണ്ണമായും യാക്കോബായ സഭയ്ക്ക് അവകാശപ്പെട്ടതാണെന്ന് ഉറപ്പുണ്ടെങ്കിലും പ്രശ്നപരിഹാരം എന്ന നിലയിൽ എന്ത് തീരുമാനങ്ങൾക്കും തങ്ങൾ തയ്യാറാണെന്ന് സഭാ നേതാക്കൾ പറഞ്ഞു. ഇക്കാര്യം പ്രഖ്യാപിക്കുന്നതിനായി കത്തിപ്പാറത്തടുത്ത് നയപ്രഖ്യാപന സമ്മേളനവും നടന്നു. യാക്കോബായ സഭ ഹൈറേഞ്ച് മേഖല കോർ എപ്പിസ്കോപ്പ ജേക്കബ് വർഗീസ് അധ്യക്ഷനായിരുന്നു. ഹൈറേഞ്ച് ഭദ്രാസന മെത്രാപ്പോലിത്ത സഖറിയാസ് മോർ ഫിലിക്സിനോസ് നയപ്രഖ്യാപനം നടത്തി. യാക്കോബായ സുറിയാനി സഭയിൽ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനോടത്ത് വിശ്വസ്ത പുലർത്തിക്കൊണ്ട് നിലനിൽക്കുമ്പോൾ ഒരു 10-18 കുടുംബാംഗങ്ങൾ അതിൽ നിന്ന് വേർതിരിഞ്ഞ് മാറി കേസുകളും വഴക്കുകളുമായിട്ട് നിലനിൽക്കുകയാണ്. അവരെ ഓരോരുത്തരെയും വ്യക്തിപരമായി ഞാൻ സ്നേഹിക്കുന്നു. ഏത് നിമിഷം വേണമെങ്കിൽ വളരെ സ്നേഹത്തോടെ അവരെ സ്വീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും ഈ സഭ സന്നദ്ധമാണ്. എന്നാൽ കേസുകളും വഴക്കുകളുമായി മുന്നോട്ട് പോകുവാനായിട്ട് പരിശുദ്ധ സഭയ്ക്ക് ഒരു കാലത്തും ആഗ്രഹമില്ല. ഈ ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം കേസുകളും വഴക്കുകളും തർക്കങ്ങളുമായി മുന്നോട്ട് പോകാൻ ഈ ഇടവകയും ആഗ്രഹിക്കുന്നില്ല. കോർ എപ്പിസ്കോപ്പ കുര്യാക്കോസ്, ഫാദർ മനോജ്, ഫാദർ ഗീവർഗീസ് കളരിക്കൽ, ഫാദർ ബിജു തുടങ്ങിയവർ സംസാരിച്ചു. വർഷങ്ങൾക്ക് ശേഷമുള്ള ഈ മനംമാറ്റം എന്താണെങ്കിലും സഭാവിശ്വാസികൾക്കൊപ്പം ഞങ്ങളും സ്വീകരിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. കാരണം പ്രതിസന്ധികളും പ്രശ്നങ്ങളും സമൂഹത്തിലുടനീളം നിലനിൽക്കുന്നുണ്ട് എങ്കിലും സമവായം എല്ലായ്പ്പോഴും ഒരു പരിഹാരമാണ്. സത്യസന്ധവും നീതിയുക്തവുമായ വിട്ടുവീഴ്ചകളിലൂടെ ഇവിടെ ഐക്യവും അഖണ്ഡതയും മതേതരത്വവും പുലരട്ടെയെന്ന് ഞങ്ങളും ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. കരുണാപുരം ഗ്രാമപഞ്ചായത്തിലെ 17ാം വാർഡിൽ പ്രവർത്തിക്കുന്ന പാറമടയെക്കുറിച്ച് കഴിഞ്ഞ കുറെ വാരങ്ങളായി ഞങ്ങൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തു. ജനവാസ കേന്ദ്രത്തിന് സമീപം അനധികൃതമായാണ് പാറമട പ്രവർത്തിക്കുന്നത് എന്ന് ആരോപിച്ച് ഇവിടെ ആക്ഷൻ കൌൺസിൽ രൂപം കൊള്ളുകയും നിരവധിയായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിലൊന്നും പരിഹാരമുണ്ടായില്ല. ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ ഈ പാറമടയ്ക്കെതിരെ അനിശ്ചിതകാല രാപ്പകൽ സമരവുമായി ജനങ്ങൾ രംഗത്തെത്തിക്കഴിഞ്ഞു. കരുണാപുരം ഗ്രാമപഞ്ചായത്തിന്റെ 17ാം വാർഡായ പ്രകാശ് ഗ്രാമിൽ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയാണ് ജനവാസ കേന്ദ്രത്തിൽ പാറമട പ്രവർത്തിക്കുന്നതെന്ന് ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ ആരോപിക്കുന്നുണ്ട്. കന്നുകാലി ഫാം ആരംഭിക്കാനെന്ന വ്യാജേന വൻതോതിൽ ഭൂമി വാങ്ങിക്കൂട്ടുകയും പിന്നീട് ഇവിടെ ചെറിയ തോതിൽ പാറമട ആരംഭിക്കുകയുമായിരുന്നു. ഇപ്പോൾ വൻതോതിൽ പാറ പൊട്ടിക്കുകയും ക്രഷർ യൂണിറ്റ് പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നൂറുകണക്കിന് കുഴികളടിച്ച ശേഷം ഒന്നിച്ചു പൊട്ടിക്കുന്നതിനാൽ വൻ നാശനഷ്ടമാണ് പ്രദേശത്തുണ്ടാകുന്നത്. സ്ഫോടനത്തെ തുടർന്ന് കല്ലുകൾ തെറിച്ചു വീണും വിള്ളലുകൾ സംഭവിച്ചും നിരവധി വീടുകൾക്ക് കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട്. ശക്തമായ സ്ഫോടനത്തെ തുടർന്ന് പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സുകൾ ഇല്ലാതായി. വാട്ടർ ടാങ്കുകൾ, കുഴൽക്കിണറുകൾ എന്നിവയ്ക്ക് വിള്ളലുകൾ വീണിട്ടുണ്ട്. ക്രഷർ യൂണിറ്റിൽ നിന്നുള്ള പൊടിപടലങ്ങൾ പ്രദേശത്ത് വ്യാപിക്കുന്നത് മൂലം ആസ്മ അടക്കമുള്ള ശ്വാസകോശ രോഗങ്ങൾ വ്യാപകമാണ്. ചെറിയ തോതിൽ പാറ പൊട്ടിക്കുവാൻ ലഭിച്ച അനുമതിയുടെ മറവിലാണ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ വൻ പാറഖനനം നടക്കുന്നതെന്നും ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ ആരോപിക്കുന്നു. കരുണാപുരം പഞ്ചായത്തിലെ 17ാം വാർഡിൽ പ്രവർത്തിക്കുന്ന രതീഷ് എന്ന ആളുടെ ഉടമസ്ഥതയിലുള്ള കരിങ്കൽ ക്വാറി, കൈരളി ഗ്രാനൈറ്റ് എന്ന് പറയുന്ന കരിങ്കൽ ക്വാറി ഈ 3 വർഷത്തെ കാലത്തെ പ്രവർത്തനത്തിനുള്ളിൽ നിരവധി വീടുകൾ ഭാഗികമായും അതുപോലെ തന്നെ പൂർണ്ണമായും നഷ്ടപ്പെടുകയും കേടുപാടുകൾ സംഭവിക്കുകയും പരിസരത്തുള്ള കുഴൽക്കിണറുകളും അതുപോലെ തന്നെ മറ്റ് ജലസ്രോതസ്സുകളും എല്ലാം വറ്റി വരുന്നത് ഗൗരവമായി. പാറമടയുടെ പ്രവർത്തനം ജീവനും സ്വത്തിനും ഭീഷണിയായതിനെ തുടർന്നാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. 2ാം ഘട്ടമെന്ന നിലയിലാണ് രാപ്പകൽ ഭേദമന്യേ സമരം ആരംഭിച്ചതെന്ന് ആക്ഷൻ കൌൺസിൽ കൺവീനർ രാജു കാനത്തിൽ, ചെയർമാൻ സോമൻ വെണ്ണിപ്പറമ്പിൽ തുടങ്ങിയവർ പറഞ്ഞു. സമരങ്ങൾ നമ്മുടെ നാട്ടിൽ നിരവധിയായിരുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ജനകീയ പ്രക്ഷോഭങ്ങളിൽ ഒന്നായിരുന്നു ഒരുപക്ഷെ മുല്ലപ്പെരിയാർ സമരം. തുടർന്ന് മറ്റൊരു രാപ്പകൽ സമരം നമ്മൾ കണ്ടത് മറ്റൊന്നുമല്ല, ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ രാപ്പകൽ സമരമാണ്. ഇതും കൂടാതെ
മറ്റൊരു സുപ്രധാനമായ രാപ്പകൽ സമരം തിരുവനന്തപുരത്ത് അരങ്ങേറി. അത് LDFന്റെ നേതൃത്വത്തിലായിരുന്നു. ഇതിനുമൊടുവിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ കേരളത്തിലെ ജനങ്ങൾ നേരിട്ട് കണ്ടതാണ്. പാവപ്പെട്ട 200ഓളം കുടുംബങ്ങളുടെ ഈ രാപ്പകൽ സമരത്തെ അധികൃതർ ഏത് രീതിയിൽ നോക്കിക്കാണുമെന്ന് നമുക്കറിയില്ല. എന്താണെങ്കിലും ഒരു പ്രശ്ന പരിഹാരം അനിവാര്യം തന്നെയാണ്. അധികൃതർ ശ്രദ്ധിക്കുമല്ലോ. വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളിൽ ക്രിയാത്മകമായ ഇടപെടലുകളാണ് ഞങ്ങൾ ഇടുക്കിനെറ്റ് വാർത്തകൾ ആരംഭകാലം മുതൽ തന്നെ സ്വീകരിച്ചിട്ടുള്ളത്. ട്രൈബൽ കോളനിയിലെ വിദ്യാർത്ഥികളുടെ ദുരിതങ്ങൾ അടക്കം ഞങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ വിദ്യാർത്ഥികൾ തെരുവിലേക്കിറങ്ങുന്ന ഒരു വാർത്ത ഞങ്ങൾ കഴിഞ്ഞ ദിവസം പ്രേക്ഷകർക്ക് മുൻപിൽ അവതരിപ്പിച്ചു. വള്ളക്കടവ് വഞ്ചിവേൽ സ്കൂളിലെ ദുരിതങ്ങൾക്കെതിരെയാണ് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും നാട്ടുകാരും ഉൾപ്പെടെ ദേശീയപാത ഉപരോധിച്ചത്. UP ഹൈസ്കൂൾ വിഭാഗങ്ങളിലായി 450ഓളം കുട്ടികൾ പഠനം നടത്തുന്ന വള്ളക്കടവ് വഞ്ചിവേൽ സ്കൂളിൽ ഇടിഞ്ഞു വീഴാറായ സ്കൂൾ കെട്ടിടമാണ് ഉള്ളത്. ഈ കെട്ടിടങ്ങൾക്കുള്ളിൽ സൌകര്യമുള്ള ക്ലാസ് മുറികളോ കുടിവെള്ളമോ ലഭ്യമല്ല. അധ്യാപകർക്ക് ശമ്പളം നൽകാത്തതിനെ തുടർന്ന് കേവലം 5 പേർ മാത്രമാണ് 450ഓളം കുട്ടികൾ പഠിക്കുന്ന വള്ളക്കടവ് വഞ്ചിവേൽ ഗവൺമെന്റ് സ്കൂളിലുള്ളത്. സ്കൂളാണ് ഗവൺമെന്റ് ട്രൈബൽ ഹൈസ്കൂള് വഞ്ചിവേല്. ഈ സ്കൂൾ തുടങ്ങിയിട്ട് 4 വർഷമായി. 2011 അപ്ഗ്രേഡ് ആയത്. കഴിഞ്ഞ വർഷം വരെ ഡെയിലി വേജസ് ടീച്ചേഴ്സിന് ഉണ്ടായിരുന്നു. അവർക്ക് സാലറിയൊക്കെ കിട്ടിക്കൊണ്ടിരുന്നതാ. ഈ വർഷം ആദ്യം തൊട്ട് ജൂൺ തൊട്ട് ഡെയിലി വേജസിനെ നിയമിക്കാൻ തന്നെ നമ്മുടെ നിയമന നിരോധനമുള്ള കാരണം കൊണ്ട് നിയമിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തിരുന്ന് ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ഡെയിലി വേജസിനെ നിയമിക്കുക ചെയ്തു. പക്ഷെ നാളിതുവരെ അവർക്ക് സാലറി കിട്ടിയിട്ടില്ല. വിദ്യാർത്ഥികളുടെ ക്ലാസ് മുറികൾ പ്ലാസ്റ്റിക് മറച്ചാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. മഴ പെയ്യുമ്പോൾ ക്ലാസ് മുറികൾ ചോർന്നൊലിക്കുന്നത് മൂലം മറ്റു വിദ്യാർത്ഥികളെയും സുരക്ഷിതമായ മുറികളിലേക്ക് കൂട്ടത്തോടെ മാറ്റുന്നത് മൂലം പഠനവും പ്രതിസന്ധിയിലാണ്. ഇക്കാര്യത്തിൽ അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും നാട്ടുകാരും അടങ്ങുന്ന വൻ സംഘം ദേശീയപാത 153 ഉപരോധിച്ചത്. പെരിയാർ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം കക്കിക്കവലയിലെത്തിയപ്പോഴാണ് റോഡ് ഉപരോധം ആരംഭിച്ചത്. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ആവശ്യം വേണ്ട പഠന ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയെന്ന മുദ്രാവാക്യം മുഴക്കിയാണ് വിദ്യാർത്ഥികൾ സമരമുഖത്തെത്തിയത്. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G. വിജയാനന്ദ് സമരം ഉദ്ഘാടനം ചെയ്തു. പഠനം നടത്തുവാൻ ചോർന്നൊലിക്കാത്ത ഒരു കെട്ടിടം, പ്ലാസ്റ്റിക് കൊണ്ട് മറയ്ക്കാത്ത സുന്ദരമായ ഒരു ക്ലാസ് റൂം, പഠിക്കുവാൻ ആവശ്യം വേണ്ട പാഠപുസ്തകങ്ങൾ, കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള ആധുനിക ഉപകരണങ്ങൾ, ഇതിനുമപ്പുറം പഠിപ്പിക്കുവാൻ ആവശ്യം വേണ്ട അധ്യാപകർ. ന്യായമായും ഈ വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത് ഇതൊക്കെയാണ്. ഇത് കണ്ടില്ലെന്ന് നടിക്കുവാൻ ഏത് സർക്കാരിനാണ് കഴിയുക? വിദ്യാഭ്യാസം ഓരോ വ്യക്തിയുടെയും അടിസ്ഥാനപരമായ മൌലികമായ ഭരണഘടനാ അവകാശം കൂടിയാണ്. അത് മറക്കരുത് ആരും. ത്രിതല പഞ്ചായത്തുകൾക്കുള്ള സമയം അടുത്തു വരികയാണ്. 1 വർഷം കൂടി ഇല്ല ഇനി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ നടക്കുവാൻ. ഇതിനിടയിൽ ചില പഞ്ചായത്തുകൾ രൂപീകരിക്കുകയും ചില പഞ്ചായത്തുകൾ മറ്റു ചില പഞ്ചായത്തുകളുടെ ഭാഗമായി മാറുകയും ചെയ്യും. മറ്റു ചിലവ മുനിസിപ്പാലിറ്റികളുമായേക്കാം. കട്ടപ്പന ഉൾപ്പെടെ ഒരുപക്ഷെ മുനിസിപ്പാലിറ്റിയാകും. എന്നാൽ കേരളം തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പഞ്ചായത്ത് രൂപീകരണം ആരോരും അറിയാതെ ഇവിടെ നടക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഇടുക്കി ജില്ലയുടെ രൂപീകരണത്തിന് മുൻപ് തന്നെ രൂപം കൊണ്ട പട്ടംകോളനിയെക്കുറിച്ചാണ് പറയുന്നത്. പട്ടംകോളനി ഒരു പഞ്ചായത്തായി രൂപപ്പെടുകയാണ്. ഇതിനെക്കുറിച്ചുള്ള വാർത്തയും ഞങ്ങൾ അവതരിപ്പിച്ചിരുന്നു. 1955 രൂപീകരിച്ച പട്ടംകോളനി നെടുങ്കണ്ടം, കരുണാപുരം, പാമ്പാടുംപാറ പഞ്ചായത്തുകളിലായാണ് സ്ഥിതി ചെയ്യുന്നത്. പട്ടംകോളനിയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പൊതുജനങ്ങൾ വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്ത് ആസ്ഥാനത്ത് എത്തണമെങ്കിൽ 5 മുതൽ 15 കിലോമീറ്റർ വരെ സഞ്ചരിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഗ്രാമീണ മേഖലകളിൽ നിന്നും പഞ്ചായത്തിലെത്തി തിരികെ വീടുകളിൽ എത്തിച്ചേരാൻ 1 ദിവസത്തോളം വേണ്ടിവരുമായിരുന്നു. 3 പഞ്ചായത്തുകളിലായി വിഭജിച്ച് കിടക്കുന്നതിനാൽ വിവിധ പഞ്ചായത്തുകളിലായി സ്ഥിതി ചെയ്യുന്ന മുണ്ടിരുമ, തൂക്കുപാലം, രാമക്കൽമേട്, ബാലഗ്രാം തുടങ്ങിയ മേഖലകളുടെയും ഗ്രാമീണ റോഡുകളുടെയും വികസനം മുരടിച്ചിരിക്കുകയായിരുന്നു. 2006 പട്ടംകോളനി പഞ്ചായത്ത് രൂപീകരിക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും നടപടികൾ എങ്ങുമെത്തിയിരുന്നില്ല.
മുണ്ടിയിരുമ കേന്ദ്രമാക്കിയാണ് ഇപ്പോൾ പുതിയ പട്ടംകൊള്ളി പഞ്ചായത്തിന് കളമൊരുങ്ങുന്നത്. പഞ്ചായത്ത് ഓഫീസിനാവശ്യമായ കെട്ടിടങ്ങളും സ്ഥലസൗകര്യവും ലൈബ്രറി, ഷോപ്പിംഗ് കോംപ്ലക്സ്, റോഡ് സൗകര്യം എന്നിവയും മുണ്ടിരുമയ്ക്ക് അനുകൂലമായ ഘടകങ്ങളാണ്. 22 വാർഡുകളുള്ള നെടുങ്കണ്ടം പഞ്ചായത്തിൽ നിന്ന് 8 മുതൽ 13 വരെ വാർഡുകൾ പൂർണ്ണമായും 14-7 വാർഡുകൾ ഭാഗികമായും 16 വാർഡുകളുള്ള പാമ്പാടുംപാറ പഞ്ചായത്തിൽ നിന്നും 5-6 വാർഡുകൾ പൂർണ്ണമായും 2, 3, 4, 11 വാർഡുകൾ ഭാഗികമായും 17 വാർഡുകളുള്ള കരുണാപുരം പഞ്ചായത്തിൽ നിന്നും 1, 2, 3 വാർഡുകൾ പൂർണ്ണമായും 4-ാം വാർഡ് ഭാഗികമായും പട്ടംകൊള്ളി പഞ്ചായത്തിൽ ചേർക്കാനാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. 13 വാർഡുകളും 15,000 ജനസംഖ്യയും വിഭജനത്തിന് ശേഷം പുതിയ പഞ്ചായത്തിനും മാതൃപഞ്ചായത്തിനും വേണമെന്നാണ് നിർദ്ദേശം. നെടുങ്കണ്ടം, പാമ്പാടുംപാറ, കരുണാപുരം പഞ്ചായത്തുകൾ വാർഡുകൾ വിട്ടു നൽകാനും പുതിയ പഞ്ചായത്ത് രൂപീകരിക്കുന്നതിനും എതിർപ്പില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവ അംഗീകരിച്ച് പരാതികൾ പരിഹരിച്ച ശേഷം സർക്കാർ വിജ്ഞാപനം ഇറങ്ങുന്നതോടെ പട്ടംകൊള്ളനിക്ക് സ്വന്തം പഞ്ചായത്താകും. നിലവിലുള്ള വാർഡ് മെമ്പർമാരും സർക്കാർ നിർദ്ദേശിക്കുന്ന 3 അംഗങ്ങളും ചേർന്ന് പുതിയ ഭരണസമിതി രൂപീകരിച്ച ശേഷം ഇവരിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തിരഞ്ഞെടുക്കുകയും ചെയ്യും. ഈ ഭരണസമിതിയുടെ നേതൃത്വത്തിലായിരിക്കും വാർഡ് വിഭജനം, തെരഞ്ഞെടുപ്പ് എന്നിവ നടക്കുക. പട്ടംകൊള്ളി ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ, ഭൂവിഭാഗങ്ങൾ ഒരു ഗ്രാമപഞ്ചായത്ത് എന്ന പ്രതലത്തിലേക്ക് ഒതുങ്ങണമെന്ന ആഗ്രഹം എല്ലാവർക്കുമുണ്ട്. പക്ഷേ അടുത്ത 3 പഞ്ചായത്തുകൾ വിഭജിച്ച് വേണം പട്ടംകൊള്ളിയിൽ പുതിയ ഗ്രാമപഞ്ചായത്ത് രൂപപ്പെടുവാൻ. അത് നെടുങ്കണ്ടം, കരുണാപുരം ഉൾപ്പെടെയുള്ള ഗ്രാമപഞ്ചായത്തുകളാണ്. എന്നാൽ കരുണാപുരം ഗ്രാമപഞ്ചായത്ത് വിഭജിക്കുന്നതിൽ ചില തടസ്സങ്ങളുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വാർത്തകൾ. ഗ്രാമപഞ്ചായത്ത് ആവശ്യമെങ്കിൽ അത് രൂപീകരിക്കപ്പെടുക തന്നെ വേണം. ഒപ്പം കട്ടപ്പനയുടെ മുനിസിപ്പാലിറ്റി മോഹവും ഞങ്ങൾ മറച്ചുവെക്കുന്നില്ല. ഒരു വലിയ കലാകാരന്റെ ശ്രദ്ധേയമായ ഒരു ചിത്രം ഞങ്ങൾ പ്രേക്ഷകർക്ക് മുൻപിൽ അവതരിപ്പിച്ചിരുന്നു. ഭാരതീയ ദർശനങ്ങളെ അടിസ്ഥാനമാക്കി ക്രിസ്തുദേവൻ ധ്യാനനിമഗ്നനായിരിക്കുന്ന ഒരു ചിത്രം, ഒരു ഗ്രോട്ടോ. കേരളത്തിൽ മറ്റൊരു ഗ്രോട്ടോയിലും കാണാത്ത രീതിയിൽ വ്യത്യസ്തമായ ഭാവത്തോടെയാണ് ശില്പിയും ചിത്രകലാ അധ്യാപകനുമായ ജോസ് ആന്റണി ഈ ക്രിസ്തു ശില്പം അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. 7 വർഷം മുൻപാണ് ശില്പി ജോസ് ആന്റണി ഈ ശില്പവും ഗ്രോട്ടോയും നിർമ്മിച്ചത്. നവദർശന ഗ്രാമിന്റെ നടുമുറ്റത്ത് മനോഹരമായ പൂന്തോട്ടം നിർമ്മിച്ച ശേഷം അതിനുള്ളിലാണ് ഗ്രോട്ടോ സ്ഥാപിച്ചിരിക്കുന്നത്. കാവ്യ വസ്ത്രം ധരിച്ച് ശാന്തഭാവത്തിൽ ധ്യാനിക്കുന്ന ക്രിസ്തുദേവന്റെ കൈകളും മുൻപ് കണ്ടവയിൽ നിന്ന് വ്യത്യസ്തമായാണ് ജോസ് ആന്റണി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നവദർശന ഗ്രാമിലെത്തുന്നവർക്ക് ശാന്തമായി ഇരിക്കാൻ കഴിയുന്ന ഒരിടം സൃഷ്ടിക്കുക എന്നതായിരുന്നു ഈ ഗ്രോട്ടോയും പൂന്തോട്ടവും നിർമ്മിച്ചതിലൂടെ ലക്ഷ്യമിട്ടതെന്ന് ശില്പി ജോസ് ആന്റണി ഇടുക്കി നെറ്റിനോട് പറഞ്ഞു. ക്രൈസ്റ്റിൻ്റെ ഏത് ചിത്രത്തിലാണേലും അംഗചലനങ്ങൾ ഒരു പ്രത്യേക ഇങ്ങനൊരു ആംഗിളിലാണ്. ഇതിൽ ശാന്തമെന്ന് പറയുന്ന ഒരു ടൈപ്പിലാണ് ശില്പം ചിത്രീകരിച്ചിട്ടുള്ളത്. ഈ ഒരു പാറക്കെട്ടായിരുന്നു, മണ്ണൊന്നും ഇല്ലായിരുന്നു. ആ പാറക്കെട്ടിൽ ഇത് ഏറ്റവും ഭാഗം ഒരു ഗാർഡനാക്കിയെടുത്ത് ഇതിനോട് ചേർത്ത് ഈ ഒരു വെള്ളച്ചാട്ടവും ഇതിനൊരു ചുറ്റൂര ഈ എല്ലാം കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. പൂന്തോട്ടത്തോട് ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന കുളവും അരുവിയും ഇവിടെ എത്തുന്നവരുടെ മനം കുളിർപ്പിക്കുന്ന അനുഭൂതിയാണ് പകരുക. ഏതാനും ദിവസം മുൻപാണ് ഗ്രോട്ടോയുടെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായത്. നവീകരണത്തിന്റെ ഭാഗമായി ക്രിസ്തു ശില്പത്തിൽ ആവശ്യമായ മിനുക്കുപണികൾ കൂടി നടത്തിയാണ് ഇപ്പോഴുള്ള ശില്പമാക്കി മാറ്റിയത്. കല്ലും കോൺക്രീറ്റും ഉപയോഗിച്ചാണ് മനോഹരമായ ഈ ക്രിസ്തു ശില്പത്തിന് രൂപം നൽകിയിരിക്കുന്നത്. ക്രിസ്തുദേവന്റെ ശാന്തമായ ധ്യാനഭാവത്തെ മനോഹരമായി ആവിഷ്കരിച്ച ശില്പി ജോസ് ആന്റണിക്ക് പ്രേക്ഷകർക്കൊപ്പം ഇടുക്കി നെറ്റിന്റെയും അഭിനന്ദനങ്ങൾ. പുളിയമ്മല നവദർശന ഗ്രാമിൽ നിന്നും ക്യാമറാമാൻ ബിബിൻ ജോയ്ക്കൊപ്പം KM സിനോവി, ഇടുക്കി നെറ്റ് ന്യൂസ്. പുളിയന്മല നവദർശന ഗ്രാമിലാണ് ഈ അപൂർവ സൃഷ്ടി. മറ്റാരുമല്ല, കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ ശില്പിയാണ് ജോസ് ആന്റണി. അദ്ദേഹത്തിന്റെ കരവിരുതിൽ നിന്നാണ് ഈ രൂപം രൂപപ്പെട്ടത്. ജോസ് ആന്റണിക്ക് ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ. കേരള ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നഷ്ടത്തിലാണ് എന്ന വാദഗതികളാണ് സർക്കാർ പോലും ഉയർത്തിക്കാട്ടുന്നത്. എന്നാൽ ഇതിന് പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് ആരും അന്വേഷിക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഞങ്ങൾ ഈ കഴിഞ്ഞ വാരത്തിൽ KSRTCയുടെ ചില വാർത്തകൾ പ്രേക്ഷകർക്ക് മുൻപിൽ എത്തിച്ചിരുന്നു. ആദ്യം എത്തിച്ചത് മൂന്നാർ KSRTC ഡിപ്പോയിലെ പ്രതിസന്ധികളാണ്. ആ വാർത്തയിലേക്ക്. എറണാകുളം സോണിന് കീഴിൽ മികച്ച കളക്ഷനുള്ള മൂന്നാർ KSRTC ഡിപ്പോയിൽ ആവശ്യം വേണ്ട സ്പെയർ പാർട്സുകൾ എത്താത്തതാണ് പ്രതിസന്ധിയായിരിക്കുന്നത്. 4 വേണാട് ബസ്സുകൾ സ്പെയർ പാർട്സുകൾ ലഭ്യമല്ലാത്തതിനാൽ മാസങ്ങളായി കട്ടപ്പുറത്താണ്. മണ്ഡലകാലം ആരംഭിച്ചിട്ടും ബസിന്റെ അറ്റകുറ്റപ്പണികൾ തീർക്കുവാൻ ഇനിയും അധികൃതർ തയ്യാറായിട്ടില്ല. ഡിപ്പോയിലുള്ള മറ്റു ബസ്സുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുമ്പോൾ ഈ ബസ്സുകളിലെ സ്പെയർ പാർട്സുകൾ അഴിച്ചെടുത്താണ് ഉപയോഗിക്കുന്നത്. ഇതുമൂലം കട്ടപ്പുറമേറിയ ബസ്സുകൾക്ക് ഇപ്പോൾ പൂർണ്ണമായും
സ്പെയർ പാർട്സുകൾ ഇല്ലാത്ത അവസ്ഥയാണ്. പ്രവർത്തനക്ഷമമല്ലാത്ത ഒരു വേണാടിന് ഒരു ടയറുകൾ പോലും ഇല്ലാത്ത കാഴ്ചയും ഈ ഗാരേജിലുണ്ട്. ആലുവ റീജിയണൽ വർക്ക്ഷോപ്പിൽ നിന്നും സ്പെയർ പാർട്സുകൾ എത്താത്തതാണ് പ്രധാന കാരണം. എന്നാൽ ലോക്കൽ പർച്ചേസിന് അനുമതിയില്ലാത്തതും പ്രതിസന്ധിക്ക് കാരണമാണ്. കളക്ഷനിൽ മികച്ച സ്ഥാനം കരസ്ഥമാക്കിയ മൂന്നാർ KSRTC ഡിപ്പോയ്ക്കെതിരെയുള്ള അധികൃതരുടെ അനാസ്ഥ അവസാനിപ്പിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. ശബരിമല സീസൺ ആരംഭിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടത്താവളമാണ് കുമളി. പ്രത്യേകിച്ചും ആന്ധ്ര, കർണാടക, തമിഴ്നാട് തുടങ്ങിയ അന്യസംസ്ഥാന അയ്യപ്പ ഭക്തന്മാരുടെ സുപ്രധാനമായ ഇടത്താവളം. ഇവിടെ നിന്നും ഒരുപക്ഷെ കൂടുതൽ പേരും KSRTCയെ ആശ്രയിച്ചാണ് സന്നിധാനത്തേക്ക് എത്തുന്നത്. എന്നാൽ ഇവിടുത്തെ അവസ്ഥയും വിഭിന്നമല്ല. പ്രത്യേകിച്ചും 17 ബസ്സുകളാണ് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി കട്ടപ്പുറത്ത്. 2 ദിവസങ്ങളായി കുമളി KSRTC ഡിപ്പോയിൽ 17 ബസ്സുകളാണ് സർവീസ് നടത്തുവാൻ കഴിയാതെ നിശ്ചലമായിരിക്കുന്നത്. പ്രവർത്തനരഹിതമായ ബസ്സുകൾക്ക് പകരം സർവീസ് നടത്തുവാൻ മറ്റു ബസ്സുകളോ ജീവനക്കാരോ ഈ ഡിപ്പോയ്ക്ക് കീഴിലില്ല. പക്ഷേ എറണാകുളം സെക്ടറിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ബസ്സുകളുടെ സെൻട്രൽ ബോൾട്ട് പോലും ഇല്ലാതെ പല വാഹനങ്ങളും കുമളി ഡിപ്പോയിൽ മുടങ്ങിക്കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. ഏകദേശം 100 രൂപ പോലും വിലയില്ലാത്ത സെൻട്രൽ ബോൾട്ട് ഇല്ലാത്തത് കാരണം 15,000 രൂപ കളക്ഷൻ ലഭിക്കാവുന്ന സർവീസുകൾ മുടങ്ങിക്കിടക്കും. ബസ്സുകൾ സർവീസ് നടത്താതായതോടെ നിലവിലുണ്ടായിരുന്ന ജീവനക്കാർക്ക് ഡ്യൂട്ടിയുമില്ല. യാത്രക്കാരുടെ തിരക്ക് കൂടി വരുന്നതിനാൽ നിലവിലുള്ള എല്ലാ ജീവനക്കാരുടെയും അവധി റദ്ദാക്കിക്കൊണ്ട് പരമാവധി കളക്ഷൻ ഉണ്ടാക്കണമെന്നായിരുന്നു തിരുവനന്തപുരം KSRTC മാനേജിംഗ് ഡയറക്ടർ സർക്കുലർ മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിരുന്നത്. തിങ്കളാഴ്ച മുതൽ സർവീസുകൾ പുനരാരംഭിച്ചില്ല എങ്കിൽ ജീവനക്കാർ ഒന്നടങ്കം വൻ പ്രക്ഷോഭ പരിപാടികൾക്ക് തുടക്കം കുറിക്കുമെന്ന് യൂണിയൻ പ്രതിനിധിയും KSRTC ജീവനക്കാരനുമായ റഷീദ് പറഞ്ഞു. ഇപ്പോൾ സംബന്ധിച്ചിടത്തോളം സ്വകാര്യ ബസ്സുകളുമായിട്ട് സ്വകാര്യ വ്യക്തികളുമായിട്ട് നമ്മൾ വഴക്കുണ്ടാക്കി സ്വകാര്യ ബസ്സുകളുമായിട്ട് മത്സരിച്ച് സർവീസ് നടത്തി കേരളത്തിലെ തന്നെ ഏതാണ്ട് നല്ല കളക്ഷനുള്ള ഒരു ഡിപ്പോ 10 ഡിപ്പോകളിൽ ഒന്നാണ് ഈ കുമളി ഡിപ്പോ. ആ ഡിപ്പോയ്ക്ക് പുതിയ വണ്ടികൾ അനുവദിച്ചിട്ടില്ല, ആവശ്യത്തിന് സ്പെയർ പാർട്സുകൾ കിട്ടുന്നില്ല, ആവശ്യത്തിന് ടയർ കിട്ടുന്നില്ല, ഡീസൽ ക്ഷാമം ഉള്ളപ്പോൾ ഡീസൽ കിട്ടുന്നില്ല. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഓരോ ദിവസവും 10-15 സർവീസുകൾ മുടങ്ങും. ഡൈമുക്ക്, തേങ്ങാക്കൽ, ആനക്കുഴി തുടങ്ങി ബസ്സുകൾ കുറവുള്ള അവികസിത മേഖലകളിലേക്ക് സർവീസുകൾ മുടങ്ങിയിരിക്കുകയാണ്. ഇതോടെ നിരവധിയായ തോട്ടം തൊഴിലാളികളും വിദ്യാർത്ഥികളും യാത്രാ ദുരിതത്തിലാണ്. ന്യൂസ് ബ്യൂറോ, കുമളി. വളരെ നിസ്സാരമായ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് KSRTCകൾ കട്ടപ്പുറത്താകുന്നത്. കേവലം 100 രൂപയിൽ താഴെ മാത്രം വിലയുള്ള നെട്ടുകളും ബോൾട്ടുകളും ഒക്കെ വാങ്ങിയാൽ ഈ ബസ്സുകൾ ഓടിത്തുടങ്ങും. പക്ഷേ ആരന്വേഷിക്കുവാൻ? അതിനൊന്നും സർക്കാരിനോ ബന്ധപ്പെട്ട അധികൃതർക്കോ താൽപര്യമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഡാമുകളുടെ നാടായി ഇടുക്കി ജില്ലയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയാണ് കേരളത്തിലെ ആകമാനം ജനങ്ങൾക്കും വെളിച്ചമേകുന്നത്. എന്നാൽ ഡാമുകൾ നിർമ്മിച്ചതിനു ശേഷം ഇതിന്റെ അറ്റകുറ്റപ്പണികൾ യഥാസമയം നടത്തുവാനോ ഇത് എത്രത്തോളം ദുർബലമാണെന്ന് കണ്ടെത്തുവാനോ ക്രിയാത്മകമായ നടപടികളില്ല. അത്തരമൊരു വാർത്ത ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കുണ്ടള ഡാമിന്റെ ചോർച്ചയെക്കുറിച്ചായിരുന്നു ആ വാർത്ത. ഏറ്റവും പഴക്കം ചെന്ന ആർച്ച് ഡാമുകളിലൊന്നായ കുണ്ടള ഡാമിൽ ചോർച്ച രൂക്ഷമായി. ഡാം നിറഞ്ഞതോടെ ഒരു ഷട്ടർ തുറന്ന് 3ാമത്തെ സ്പിൽവേയിലൂടെ വെള്ളം ഒഴുക്കി തുടങ്ങിയെങ്കിലും ചോർച്ച രൂക്ഷമായതോടെ 1ാമത്തെയും 2ാമത്തെയും സ്പിൽവേയിലൂടെയും വെള്ളം ഒഴുകി തുടങ്ങി. ഡാമിന്റെ കെട്ടിന്റെ ചില ഭാഗങ്ങളിലും ചോർച്ചയെ തുടർന്ന് വെള്ളം ഇറങ്ങുന്നുണ്ട്. കുണ്ടള ഡാമിൽ 4 സ്പിൽവേകളാണ് വെള്ളം ഒഴുക്കിവിടാനുള്ളത്. ഇതിൽ 1ഉം 2ഉം സ്പിൽവേകളിലും അണക്കെട്ടിന്റെ കോൺക്രീറ്റ് ഭാഗങ്ങളിലുമാണ് ചോർച്ച. ചോർച്ച രൂക്ഷമാണെങ്കിലും അധികൃതർ ആരും തന്നെ ഡാമിൽ പരിശോധന നടത്തിയിട്ടില്ല. സമുദ്രനിരപ്പിൽ നിന്ന് 1758.70 മീറ്ററാണ് കുണ്ടള ഡാമിന്റെ ജലനിരപ്പ്. ഡാം നിറഞ്ഞതിനാൽ വെള്ളം തുറന്ന് മാട്ടുപ്പെട്ടി ജലാശയത്തിലേക്കാണ് ഒഴുകിയെത്തുന്നത്. മാട്ടുപ്പെട്ടി ഡാമിലെ ജലനിരപ്പ് സമുദ്രനിരപ്പിൽ നിന്ന് 1599.55 മീറ്ററാണ്. അരയടി മാത്രമാണ് ഡാം നിറയുവാൻ വെള്ളം കുറവ്. ഇവിടെ 2 മെഗാവാട്ടിന്റെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുമുണ്ട്. 1925 സേതുപാർവതി ഡാം എന്ന പേരിൽ കുണ്ടള ഡാം തിരുവിതാംകൂർ മഹാരാജാവ് ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയിലെ തന്നെ പഴക്കമേറിയ ആർച്ച് ഡാമായ കുണ്ടള ഡാമിന്റെ അറ്റകുറ്റപ്പണികൾ ഉടൻ നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഡാമിന്റെ ബലക്ഷയം മൂലം 2 മാസം മുമ്പ് തുടങ്ങി തടിലോറികൾ ഡാമിൽ പോകുന്നത് നിരോധിച്ചിരുന്നു. മുല്ലപ്പെരിയാർ ഡാമിന്റെ തർക്കം നമുക്ക് മനസ്സിലാക്കാം. 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഇടപെടൽ മൂലം, തർക്കങ്ങൾ മൂലം ഒരുപക്ഷെ മുല്ലപ്പെരിയാറിന്റെ അറ്റകുറ്റപ്പണികൾക്ക് കേരളത്തിന് ഇടപെടാൻ കഴിഞ്ഞു എന്ന് വരില്ല. ആ പ്രതിസന്ധി മാറ്റി നിർത്താം. കേരളത്തിന്റെ പൂർണ്ണമായും അധീശത്വത്തിലുള്ള ഇടുക്കിയിലെ കുണ്ടള ഡാമിന്റെ ചോർച്ചയ്ക്ക്
എന്താണ് ഒരു പരിഹാരം ഉണ്ടാകാത്തത്? സ്വാഭാവികമായും ജനങ്ങൾക്കൊപ്പം ഞങ്ങളും ചോദിക്കുന്നു. പരിഹാരമുണ്ടാകുമെന്ന് ആഗ്രഹിക്കുന്നു. ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെ. ഏക്കർ കണക്കായ പരന്നുകിടക്കുന്ന പച്ചപ്പ് വിരിച്ച നെൽപ്പാടങ്ങൾ കാവ്യഭംഗിയുടെ ഉത്തുംഗ ശൃംഗത്തിലേക്ക് കവികളെ കൂട്ടിക്കൊണ്ടുപോയ ആ മനോഹര ദൃശ്യങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നും അടർന്നുപോയി കഴിഞ്ഞു. എന്നാൽ തകർന്നു പോകുന്ന കൃഷിയെക്കുറിച്ച് ഒരു പരീക്ഷണം നടത്തുകയാണ് ഒരു യുവശാസ്ത്രജ്ഞൻ. നഷ്ടമാകുന്ന വംശനാശം സംഭവിച്ച കല്ലടിയാരൻ എന്ന അപൂർവ നെല്ലിനത്തെ പരീക്ഷിച്ച് വിജയം കണ്ടെത്തിയ ആ ശാസ്ത്രജ്ഞന്റെ വാർത്തയും ഞങ്ങൾ അഭിമാനപൂർവ്വം പ്രേക്ഷകർക്ക് മുൻപിൽ എത്തിച്ചു. പതിറ്റാണ്ടുകൾക്ക് മുൻപ് വയനാട്ടിൽ സർവ്വസാധാരണമായി കൃഷി ചെയ്തു വന്നിരുന്ന നെല്ലിനമാണ് കല്ലടിയാരൻ. കരനെല്ലായ ഇത് കൂടുതലായും കല്ലുകളുള്ള സ്ഥലത്താണ് കൃഷി ചെയ്തു വന്നിരുന്നത്. എന്നാൽ വിവിധ കാരണങ്ങളാൽ ഗുണമേന്മ കൂടിയ ഈ നെല്ലിനത്തെ കർഷകർ കൈയൊഴിയുകയായിരുന്നു. വയനാട്ടിൽ 108 സെന്റിമീറ്റർ വരെ ഉയരം വയ്ക്കുമായിരുന്ന ഈ ഇനം കതിരിന്റെ ഭാരം മൂലം ചെടി താഴെ വീണ് നശിച്ചു പോകുന്നത് പതിവായിരുന്നു. ഇതോടെയാണ് കർഷകർ ഈ നെല്ലിനത്തെ കൈയൊഴിഞ്ഞത്. എന്നാൽ കാർഷിക ശാസ്ത്രജ്ഞനായ സുരേഷ് കുമാർ രാമക്കൽമേട്ടിലെ ഭൂമിയിൽ നടത്തിയ കൃഷിയിലൂടെ കല്ലടിയാന് ഇനിയും കാർഷിക കേരളത്തിന്റെ ഭാഗമാകാനാകും എന്ന് തെളിയിച്ചിരിക്കുകയാണ്. പ്രത്യേക പരിചരണം നൽകി ഈ നെല്ലിനം ഇടുക്കിയിലെ മലഞ്ചെരുവുകളിൽ 75 സെന്റിമീറ്ററിൽ താഴെ മാത്രമാണ് ഉയരം വയ്ക്കുന്നത്. ഇക്കാരണത്താൽ തന്നെ നെല്ലിന്റെ ഭാരം ചെടിക്ക് താങ്ങുവാനും കഴിയും. വയനാട്ടിൽ 90 മുതൽ 110 വരെ കതിരുകളാണ് ഒരു ചെടിയിൽ കണ്ടിരുന്നത് എങ്കിൽ ഇടുക്കിയിൽ ഇത് 136 മുതൽ 152 വരെ കതിരുകളാണ്. ഇതോടൊപ്പം രാമക്കൽമേട്ടിലെ കൃഷിയിടത്തിൽ വിളഞ്ഞ നെല്ലിന് കൂടുതൽ വലിപ്പവുമുണ്ട്. കരനെല്ലായ കല്ലടിയാറിനെ കണ്ടത്തിലും പരീക്ഷണാടിസ്ഥാനത്തിൽ ഇദ്ദേഹം കൃഷി നടത്തി വിജയിപ്പിച്ചു കഴിഞ്ഞു. കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് വയനാടിന്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു നെല്ല് വെറൈറ്റി കല്ലടിയാരൻ. ഇത് വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന നെല്ലിനമാണ്. ഇതിന്റെ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ചെടിയുടെ ഹൈറ്റ് 108 സെന്റിമീറ്റർ വരുന്നുണ്ട്. രണ്ടാമതായിട്ട് അതിന്റെ ചെനപ്പിന്റെ എണ്ണം 22 വരുന്നുള്ളൂ. അത് കഴിഞ്ഞ് അതിന്റെ ലോഡ്ജിങ് അത് ഇങ്ങനെ കൂടുതൽ മണി ഇത് വിളവ് വരുന്ന നേരത്ത് വീണ് പോകുന്നുണ്ട്, ഹൈറ്റ് കൂടുതലായതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിസന്ധികളുണ്ട്. ഇത് വംശനാശം വന്നുകൊണ്ടിരിക്കുന്നതായത് ഞങ്ങൾ ബയോഫാംസും MS സ്വാമിനാഥൻ ഫൗണ്ടേഷനുമായിട്ട് ഒരു കൊളാബറേറ്റീവ് റിസർച്ച് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലൊക്കേഷണൽ ട്രയൽ രാമക്കൽമേട് ചെയ്യുകയും അതിന്റെ ഈൽഡ് പെർഫോമൻസിനെ പറ്റി സ്റ്റഡി നടത്തുകയും അത് എങ്ങനെ അതിനെ എൻഡേഞ്ചേർഡ് നിന്ന് നമുക്ക് കൾട്ടിവേറ്റഡ് വെറൈറ്റി ആക്കാമെന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പഠനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഭൂമിയുടെ തനത് രൂപഘടനയ്ക്ക് മാറ്റം വരുത്താത്ത രീതിയിലുള്ള കൃഷിരീതിയാണ് ഇദ്ദേഹം നടത്തുന്നത്. വൻ ചെരിവുകളുള്ള ഭൂമിയിൽ കയ്യാല കെട്ടി തടയാതെ കമ്പച്ചോളം പോലെയുള്ള വിളകൾ വിതച്ച് മണ്ണിന് കൂടുതൽ ഉറപ്പുണ്ടാക്കിയെടുക്കും. പിന്നീട് ഗ്രീൻനെറ്റ് ഉപയോഗിച്ച് മണ്ണൊലിപ്പ് തടയുന്നതിനായി മൺതിട്ടകൾ കെട്ടിനിർത്തും. ആദ്യം കൃഷി ചെയ്യുന്ന കമ്പച്ചോളം വളമായി മണ്ണിലിടുകയാണ് പതിവ്. ഒപ്പം കൃഷിഭൂമിയിലുണ്ടാകുന്ന കളകൾ ജൈവവളമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. ആദ്യ തവണ കൃഷി ചെയ്യുമ്പോൾ ഏതൊക്കെ രോഗം ചെടിയെ ബാധിക്കുന്നു എന്ന പരിശോധനയാണ് ആദ്യം നടത്തുക. വളം നൽകാതെ കീടങ്ങൾ ചെടിയെ ആക്രമിക്കുന്നതിനായി വിട്ടു നൽകിയ ശേഷം ഏതൊക്കെ തരത്തിലുള്ള കീടാക്രമണമാണ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കി അടുത്ത തവണ പൂർണ്ണമായും കീടനിയന്ത്രണ മാർഗങ്ങൾ ഉപയോഗിച്ചുള്ള കൃഷിരീതിയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. കരനെല്ലിനെ ടെറസിലും മറ്റും പരിപാലിക്കാവുന്ന രീതിയിൽ കുറ്റിച്ചെടിയായും ഇദ്ദേഹം വികസിപ്പിച്ചിട്ടുണ്ട്. ഇടവിളകളായി ഓറഞ്ച്, നാരകം, സപ്പോട്ട എന്നിവയും വളർത്തുന്നുണ്ട്. ഇടുക്കിയുടെ തനത് ഭൂപ്രകൃതിക്ക് മാറ്റമുണ്ടാക്കാതെ പുതിയ ജൈവകൃഷി രീതികൾ സ്വീകരിച്ചാൽ കാർഷിക രംഗത്ത് ഇടുക്കിക്ക് വൻ കുതിച്ചുചാട്ടം സാധ്യമാകുമെന്നും ഇദ്ദേഹം പറയുന്നു. നഷ്ടമാകുന്ന വംശബോധത്തിന്റെ വിത്തുകൾ ജനസമൂഹത്തിന്റെ മനസ്സുകളിലേക്ക് പാകുന്ന ഈ ശാസ്ത്രജ്ഞന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായും ജനങ്ങൾ സ്വാംശീകരിക്കുക തന്നെ വേണം. ഇത് നഷ്ടമായ ഒരു വിത്തിന്റെ കാര്യം മാത്രമല്ല, നഷ്ടമായ സംസ്കാരങ്ങളെ, പൈതൃകങ്ങളെ, ഓർമ്മകളെ, നന്മകളെയെല്ലാം തിരികെ കൊണ്ടുവരുവാൻ ഈ ശാസ്ത്രജ്ഞൻ നമുക്ക് പ്രചോദനമാവുകയാണ്. പെൺകുട്ടികളെ സമൂഹത്തിലേക്ക് സ്വതന്ത്രമായി ഇറക്കിവിടുവാൻ കഴിയില്ല എന്ന പരാതിയായിരുന്നു പൊതുവെ ഇതുവരെയും മാതാപിതാക്കൾക്കുണ്ടായിരുന്നത്. എന്നാൽ നിങ്ങൾക്ക് തെറ്റി. ഇനി ആൺകുട്ടികളെയും നമ്മൾ സംരക്ഷിക്കുക തന്നെ വേണം. ഇത് മറ്റൊന്നുമല്ല, ഇന്നലെ ഞങ്ങൾ സംപ്രേഷണം ചെയ്ത ഒരു വാർത്തയെക്കുറിച്ചാണ്. ഒരു ഡാൻസ് മാസ്റ്റർ തന്റെ കീഴിൽ അഭ്യസിപ്പിക്കുന്ന ശിഷ്യഗണങ്ങളെ പ്രകൃതി വിരുദ്ധമായ പീഡനങ്ങൾക്ക് വിധേയമാക്കി എന്ന വാർത്തയാണ് ഈ നടുക്കുന്ന വാർത്തയിലേക്ക്.
ഹൈറേഞ്ചിലെ വിവിധ വിദ്യാലയങ്ങളിൽ നൃത്തം അഭ്യസിപ്പിച്ചു വന്നിരുന്ന ബിജു തങ്കമണി മാവേലി സ്റ്റോറിന് സമീപമുള്ള വാടക വീട്ടിലേക്ക് കുട്ടികളെ എത്തിച്ച് പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു. നൃത്ത പരിശീലനം എന്ന പേരിൽ കുട്ടികളെ ഇവിടേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന കുട്ടികളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഹൈറേഞ്ചിലെ ഒരു ഗവൺമെന്റ് സ്കൂളിൽ ചൈൽഡ് ലൈൻ പ്രവർത്തകർ നടത്തിയ കൌൺസിലിംഗിലാണ് പീഡന വിവരം പുറത്തായത്. ഡാൻസ് പഠിക്കുന്ന ആൺകുട്ടികളെ പെൺകുട്ടികളെ ഡാൻസ് പഠിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ ആൺകുട്ടികളുടെ നല്ല പരിചയം ഇയാളുണ്ടായിരുന്നു. ഇയാള് തങ്കമണി തങ്കമണി ജംഗ്ഷൻ തന്നെ ഒരു റൂമുണ്ട്. ആ റൂമിൽ ഈ ആൺകുട്ടികളെ വിളിച്ചു വരുന്നതാണ്. വിളിച്ചു വരുത്തിയതിനു ശേഷം ബ്ലൂടൂത്തും DVD പ്ലെയറിലും മൊബൈലിലും പെൻഡ്രൈവ് കുത്തി ബ്ലൂടൂത്തും കാണിച്ചതിന് ശേഷം ലൈംഗികമായി പൂർത്തിക്കുന്ന ചൈൽഡ് ലൈനിന് പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് SI KV ജോൺ, CPOമാരായ ജോസ് വർഗീസ്, ശശികുമാർ, സണ്ണി ജോർജ്, ബാബുരാജ് എന്നിവർ ചേർന്നാണ് ബിജുവിനെ തങ്കമണിയിൽ നിന്നും പിടികൂടിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. സ്വവർഗാനുരാഗം വരെ നിയമവിധേയമാക്കുന്ന ഒരു നാട്ടിൽ ഇതല്ല, ഇതിലും അപ്പുറം സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പക്ഷേ ഓരോ മാതാപിതാക്കളും ഓരോ സമൂഹവും ഇത് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നോക്കിക്കണ്ട് പ്രവർത്തിച്ചേ മതിയാവൂ. ഇവിടെ സ്നേഹവും മൂല്യങ്ങളും അസ്തമിക്കാത്ത ഒരു തലമുറയെ കെട്ടിപ്പടുക്കേണ്ടത് ഇന്നിന്റെ ആവശ്യമാണ്. ആംഗലേയ ഭാഷയുടെ കടന്നുകയറ്റത്തിൽ മലയാളത്തെ വിസ്മൃതിയിലേക്ക് തള്ളിയിടുന്ന ഒരു സമൂഹത്തിന് മാതൃക നൽകിക്കൊണ്ട് വെള്ളയാങ്കുടി സരസ്വതി വിദ്യാപീഠം സ്കൂളിലെ കുട്ടികൾ മലയാളത്തിന്റെ വഴിയെ നടക്കുകയാണ്. 3 ദിവസത്തെ ക്യാമ്പാണ് മലയാള ഭാഷയുടെ അവഗാഹത്തിനു വേണ്ടി ഇവർ നയിക്കുന്നത്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാതൃഭാഷയിൽ പ്രാവീണ്യമില്ല എന്ന ആരോപണം വ്യാപകമായി ഉയരുന്ന സാഹചര്യത്തിലാണ് സരസ്വതി വിദ്യാപീഠം മലയാള ഭാഷാ ശില്പശാല സംഘടിപ്പിച്ചുകൊണ്ട് ശ്രദ്ധേയമാകുന്നത്. മാധ്യമപ്രവർത്തകനും കഥാകൃത്തും അഭിനേതാവുമായ അനിൽ കെ ശിവറാം ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ഇപ്പോ എഴുത്തച്ഛനും കുഞ്ചൻ നമ്പ്യാരും ഒക്കെ അടങ്ങുന്ന കവിത്രയങ്ങളും പിന്നീട് അത് ഏറ്റെടുത്ത ആശാനും ഉള്ളൂരും വള്ളത്തോളുമൊക്കെ മലയാളത്തിന്റെ പദസമ്പത്ത് ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിച്ചവരാണ്. ലാളിച്ചു പെറ്റുലതയൻപൊടു ശൈശവത്തിൽ പാലിച്ചു പല്ലവപുടങ്ങളിൽ വെച്ചു നിന്നെ ആലോലവായു ചെറുതൊട്ടിലുമാട്ടി താരാട്ടാലാപമാർന്നു മലരേ ദലമർമരങ്ങൾ. സ്കൂൾ പ്രഥമാധ്യാപിക സന്ധ്യ ജി നായർ അധ്യക്ഷയായിരുന്നു. മലയാള വിഭാഗം മേധാവി IV രജനീഷ്, മലയാള ക്ലബ് പ്രസിഡന്റ് ശ്രീലക്ഷ്മി ഉണ്ണികൃഷ്ണൻ, മലയാള വിഭാഗം ഉപമേധാവി പൂജാമോൾ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികൾക്ക് തെറ്റില്ലാതെ മലയാള ഭാഷ എഴുതുന്നതിനും ഉച്ചരിക്കുന്നതിനും ആവശ്യമായ പരിശീലനങ്ങളും വിവിധ മത്സരങ്ങളും ശില്പശാലയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. അക്ഷരങ്ങൾ ഉപയോഗിച്ച് വിവിധ വാക്കുകൾ രൂപപ്പെടുത്താനും വാക്കുകൾ ഉപയോഗിച്ച് വാക്യ പിരമിഡുകൾ രൂപപ്പെടുത്തുവാനും വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കാനുള്ള പരിശീലനമാണ് ശില്പശാലയിൽ ഒരുക്കിയിരിക്കുന്നത്. ശില്പശാലയുടെ ആദ്യ ദിനത്തിൽ നടന്ന പരിശീലന പരിപാടികൾക്ക് കാമാക്ഷി സരസ്വതി വിദ്യാനികേതൻ പ്രഥമാധ്യാപകൻ അനിൽ മോഹൻ നേതൃത്വം നൽകി. അധ്യാപകരായ സന്തോഷ് കുര്യൻ, മായ മധു, ദീപ സന്തോഷ്, പ്രസന്ന സാനു തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ശില്പശാല ശനിയാഴ്ച സമാപിക്കും. എഴുത്തച്ഛനും ചെറുശ്ശേരിയും കുഞ്ചൻ നമ്പ്യാരുമൊക്കെ ഉൾപ്പെട്ട പുരാതന കവിത്രയങ്ങളും ആശാനും ഉള്ളൂരും വള്ളത്തോളും ഉൾപ്പെട്ട ആധുനിക കവിത്രയങ്ങളും ഉൾപ്പെടെ മലയാള ഭാഷയെ ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിച്ചു എന്ന യാഥാർത്ഥ്യം ഞങ്ങൾ വിസ്മരിക്കുന്നില്ല. പിന്തുടർന്നു വന്ന നൂറുകണക്കായ ആയിരക്കണക്കായ എഴുത്തുകാരും അനുവാചകരും ഇതിന് പിന്തുണ നൽകുകയും ചെയ്തു. അഭിമാനത്തോടുകൂടി ശ്രേഷ്ഠ ഭാഷയുടെ 5ാമത്തെ തലത്തിൽ ഇന്ത്യയുടെ നെറുകിലേക്ക്, ലോകത്തിന്റെ നെറുകയിലേക്ക് വീണ്ടും വീണ്ടും വളരുന്ന മലയാളത്തെ അഭിമാനപൂർവ്വം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് വീണ്ടും അടുത്ത ഞായറാഴ്ച കാണും വരെ നമസ്കാരം, വിട.
സ്ട്രോങ് ഫർണിച്ചർ, ഇൻഡെക്സ് ഫർണിച്ചർ. ഇൻഡെക്സ് ഫർണിച്ചർ നിയർ KSRTC ബസ് സ്റ്റാൻഡ്, വെള്ളയാങ്കുടി, കട്ടപ്പന. കല്യാണത്തിന് മോൾക്ക് സ്വർണ്ണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ്, ഹൈറേഞ്ചിലെ ഒരേ ഒരു വെഡിംഗ് ജ്വല്ലറി. 50 വർഷത്തെ വിശ്വസ്തയോടെ വിവാഹ പട്ടുസാരികളുടെ വർണ്ണ പ്രപഞ്ചം. മഴവില്ലഴകോ മലപ്പൊഴിയും യതയോ അഴകേ നിന്നാടയിൽ വിരിയും ലതതൻ ചാരുതയോ. മലപ്പൊഴിയും യതയോ Celebrating 50 magical years. Ledda Textiles, Main Road, കട്ടപ്പന. സുഹൃത്തുക്കളെ, വസ്ത്രവ്യാപാര രംഗത്ത് കട്ടപ്പനയുടെ തിലകക്കുറിയായ ടെക്സ്റ്റൈൽസ് യുവാക്കളുടെ ഹൃദയം കവർന്നുകൊണ്ട് പുതിയ കളക്ഷനുമായി ടെക്സ്റ്റൈൽസ് സ്ത്രീകൾക്ക് മാത്രമായി. നീ ഇതെങ്ങോട്ടാ? ഞാൻ കൂട്ടുകാരന്റെ കല്യാണത്തിന് പോകാനായിട്ട് ഡ്രസ്സ് എടുക്കാൻ പോവായിരുന്നു. എവിടെ? ചേട്ടനെ വിളിച്ചു പറഞ്ഞ കടയില്. നിനക്കൊക്കെ പ്രാന്താടാ. നീ നോക്കില്ല വേറെ അല്ല അങ്ങോട്ടൊക്കെ പോവൂ. ഇവിടെ നിനക്കുള്ള കിടുക്കി ഡ്രസ്സ് കൊണ്ട് നീ ആ പെട്രോളിലോട്ട് ചെല്ലു. ഇവിടെ ചെറുപ്പക്കാർക്കായിട്ടുള്ള കടയാടാ അത്. നല്ല കളക്ഷനാ. പെട്രോൾ ഫാഷൻ, ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന. ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. രുചിയുടെ വിവരങ്ങൾ കീഴടക്കൂ ഞങ്ങളോടൊപ്പം. അഡോണ ബേക്കേഴ്സ്, പള്ളിക്കവല, കട്ടപ്പന. അഡോണ ബേക്കേഴ്സ് ആൻഡ് സൂപ്പർ മാർക്കറ്റ്, KGS ബിൽഡിംഗ്, ഇരട്ടയാർ റോഡ്, കട്ടപ്പന. അഡോൺ, ടേസ്റ്റ് ഇൻ ഹൈ റേഞ്ച്. അധികം വൈകാതെ അനലോഗ് ചാനലുകൾ ഇല്ലാതാകും. കേട്ടില്ലേ? ശരിയാണ്. ഇനി ഡിജിറ്റൽ ചാനൽസിന്റെ കാലമാണ്. അപ്പോ ഏറ്റവും മികച്ച കണക്ഷൻ തന്നെ വേണ്ടേ? ഏതെങ്കിലും ഒരു കണക്ഷൻ എടുക്കാമെന്ന് വെച്ചാലോ? കാലാവസ്ഥയെ പേടിക്കണം, ഓർത്തിരുന്ന് റീചാർജ് ചെയ്യണം, സർവീസിന് വേണ്ടി കാത്തിരിക്കണം. എന്തിനു റിസ്ക് എടുക്കണം? കേരള വിഷൻ ഡിജിറ്റൽ TV സെറ്റ് ടോപ്പ് ബോക്സ് കണക്ട് ചെയ്യൂ. 250-ൽ പരം ചാനലുകൾ, HD and 3D ചാനലുകൾ, ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രാദേശിക ചാനലുകളും. കേരളം രാജ്യത്തിന് മാതൃകയാവുന്നു കേരള വിഷൻ ഡിജിറ്റൽ TVയിലൂടെ. മിതമായ നിരക്കിൽ ആകർഷകമായ പാക്കേജുകളിൽ. കേരളം മാറുന്നു സെറ്റ് ടോപ്പ് ബോക്സിലൂടെ, കേരളം മാറുന്നു കേരള വിഷനിലൂടെ. പകരം വെക്കാനാവില്ല ഒന്നും.